നമസ്കാരം. കേരളത്തിൽ റിലീസ് ചെയ്ത ഒരു തമിഴ് ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമ കൂടെയായിരുന്നു. അതിൻ്റെ കാരണമെന്നത് മണികണ്ഠൻ എന്ന നടൻ തന്നെയാണ്. എനിക്കേറെ ഇഷ്ടപ്പെട്ട കിടിലൻ പ്രകടനങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ള ഒരു നടൻ കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രഭുറാം വ്യാസ് സംവിധാനം ചെയ്ത് മണികണ്ഠൻ, ഗൗരിപ്രിയ, കണ്ണാ രവി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ലവർ എന്ന ചിത്രത്തെക്കുറിച്ച്. തീർച്ചയായും പേര് പോലെ പ്രണയം തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് IT എംപ്ലോയർ കൂടെയായ നായിക ദിവ്യയാണ്. ഒരു സുഹൃത്തുക്കളോടൊപ്പം ഒരു ബീച്ചിലാണ്. അങ്ങനെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് തൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നു. അതിങ്ങനെ പറഞ്ഞു പോയി ഒരു ഘട്ടം കഴിയുമ്പോൾ ദിവ്യയ്ക്ക് ഒരു കോൾ വരുന്നു. ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. തുടക്കത്തിലൊരു സീക്വൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞതും. ഇത് കേട്ടുകൊണ്ട് സിനിമയുടെ ആസ്വാദനം നഷ്ടമാവും എന്നൊന്നും കരുതേണ്ടതില്ല. സന്തോഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്ന സാഹചര്യം കൂടെ പറയുമ്പോഴേക്കും സിനിമയുടെ പ്രധാന തീമിനകത്തേക്ക് പ്രേക്ഷകനെയും കൊണ്ടുപോകാൻ പറ്റുന്നിടത്ത് സിനിമ പൂർണ്ണമായി വിജയിക്കുന്നുണ്ട്. പിന്നെ വരുന്ന കഥാപാത്രങ്ങളും അവരുടെ അഡീഷൻസും ഒക്കെ ഉള്ളത് പ്രധാന കഥയെ ബലപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. കഥ എന്നതിനേക്കാൾ സീരീസ് ഓഫ് ഇൻസിഡൻസ് എന്ന നിലയിൽ പറയുന്നതാകും ശരി. പ്രണയം അത് വിഷയമാകുന്ന സിനിമകൾ എന്നത് പുതിയതൊന്നുമല്ല. പ്രണയം തോന്നുന്നതും പ്രണയത്തിലാകുന്നതും പ്രണയത്തിൽ നിൽക്കുന്നതും പ്രണയം വേണ്ടാന്ന് വയ്ക്കുന്നതുമൊക്കെയായി പ്രണയത്തിൻ്റെ ഡയമെൻഷൻസ് പല രീതിയിൽ സിനിമകളിൽ പരിഗണിച്ചിട്ടുണ്ട്. 6 വർഷത്തെ പ്രണയത്തിൽ നിന്നും ഒരു ഘട്ടത്തിൽ ഈ പ്രണയം വേണ്ട എന്ന് വെക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് സിനിമയുടെ ഡ്രൈവിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. 6 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. കോളേജ് പഠനകാലത്തെ പ്രണയത്തിൽ നിന്നും ജീവിതം അടുത്ത ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ആ കാലങ്ങളിൽ 2 മനുഷ്യർക്ക് സംഭവിക്കുന്നത്, ആ സംഭവങ്ങൾ അവരുടെ പ്രണയത്തിൽ സംഭവിപ്പിക്കുന്നത് തുടങ്ങി 2 മനുഷ്യരെ പക്ഷം ചേരാതെ അവതരിപ്പിച്ചു എന്നതുകൂടെ ലവർ എന്ന സിനിമയുടെ മിടുക്കാണ്. എവിടെയും ഗ്ലോറിഫിക്കേഷൻ എന്ന നിലയിൽ പോകാതെ കാര്യങ്ങളുടെ ആംഗിൾസ് കൃത്യമായി പരിഗണിച്ചു പോകുന്ന കാഴ്ച കൂടെയാണ് കാണാൻ സാധിക്കുക. അവിടെ നമുക്കൊരു കഥാപാത്രത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുമ്പോഴും മറ്റ് കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് എന്നതുകൂടെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യ പകുതി ഗംഭീരമായിരുന്നു. രണ്ടാം പകുതിയിൽ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സിനിമ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്ന പോലെ തോന്നി. അത് അത്ര വലിയ പ്രശ്നമെന്നല്ല. രണ്ടാം പകുതി കുറച്ചുകൂടെ ക്രിസ്പ് ആക്കാമായിരുന്നു എന്ന് മാത്രം. ശ്രീ ഗൗരിപ്രിയയാണ് നായികയായ ദിവ്യ എത്തുന്നത്. കിട്ടലായിരുന്നു. ആദ്യത്തെ സീക്വൻസിൽ ഫോൺ വരുന്നതും മുഖം മാറുകയും ചെയ്യുന്നിടത്ത് തന്നെ അത് പ്രകടമാണ്. പിന്നീട് അങ്ങോട്ട് ആ കഥാപാത്രത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും ഗംഭീരമായി സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വൈകാരികമായ ഒരു അടുപ്പം അത് പ്രേക്ഷകന് നൽകുന്നതുമുണ്ട്. നായക കഥാപാത്രമായ അരുണായെത്തുന്നത് മണികണ്ഠനാണ്. ജസ്റ്റ് സൂപ്പർ. അരുൺ എന്ന കഥാപാത്രത്തിൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം, സുഹൃത്തുക്കളുമായിട്ടുള്ളത്, അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യം തുടങ്ങി ആ കഥാപാത്രത്തിന് പെർഫോം ചെയ്യാനുള്ള വലിയൊരു സ്പേസ് സിനിമ നൽകുന്നുണ്ട്. അത് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രകടനത്തിന് മികവ് കൊണ്ട് തന്നെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി സീക്വൻസുകൾ തന്നെ സിനിമയിലുണ്ട്. പിന്നെ വരുന്നത് മദൻ എന്ന കഥാപാത്രമാണ്. കണ്ണാ രവിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ട്രാവൽ ബ്ലോഗറാണ്. ദിവ്യയുടെ ടീമിലെ പുതിയ മെമ്പർ കൂടെയാണ്. വളരെ കൺവിൻസിംഗ് ആയി തന്നെ ആ റോള് സിനിമയിലുടനീളം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ഈ 3 കഥാപാത്രങ്ങളുടെ ഒരു യാത്ര കൂടെ ആവുന്നുണ്ട് സിനിമ എന്ന് പറയാം. അതുപോലെ തന്നെ അരുണിൻ്റെ അമ്മയുടെ വേഷത്തിലെത്തുന്ന ഗീതാ കൈലാസം, കിടിലൻ കഥാപാത്രം, കിടിലൻ പ്രകടനം. അരുണിൻ്റെ മാതാപിതാക്കളുടെ ട്രാക്കും മെയിൻ ടെക്സ്റ്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ കൂടാതെ സുഹൃത്തുക്കളായി വരുന്നവരുടെ പ്രകടനമൊക്കെ നല്ലതായിരുന്നു. പാട്ടുകളും പശ്ചാത്തല സംഗീതവും നമുക്ക് പിന്നെയും കേൾക്കാൻ തോന്നുന്ന പാട്ടുകൾ എന്ന് തന്നെ പറയാം. വിഷ്വൽസ്, അതിൻ്റെ ലൈറ്റിംഗ് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് പ്രഭുറാം വ്യാസ് ലവറിൻ്റെ ലോകം നമ്മളോട് പറയുന്നത്. നമ്മൾ കാണാത്ത സാഹചര്യങ്ങളോ സംഭവങ്ങളോ അല്ല, മറ്റൊരാളുടെ ജീവിതത്തിലെ അത്തരം സംഭവങ്ങളിലേക്ക് നമ്മുടെ കാഴ്ചകൾ പോകുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, നമ്മളത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന രീതിയിലൊക്കെ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അതും സിനിമയുടെ ബെസ്റ്റ് കാര്യമായിട്ടാണ് തോന്നിയത്. ആദ്യ പ്രണയത്തിലെ നായികയെ പൊണ്ടാട്ടി എന്ന് അഭിസംബോധന ചെയ്തിരുന്ന നായകൻ, അതിൽ മനസ്സ് തുറന്നു ചിരിച്ച നായിക, അവിടെ നിന്നും 6 വർഷങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയിലെ അവർ 2 പേർ, അവർക്കിടയിലെ ലോകം, മാറിയതും മാറ്റിയതും തുടങ്ങിയതുമായ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവരുടെ പ്രണയം കൂടെ അവർക്ക് എങ്ങനെയായിരുന്നു. ഒരു സോറി പറച്ചിലിന് ശേഷം വീണ്ടും കാണുമ്പോൾ ഒരു കെട്ടിപ്പിടുത്തത്തിൽ വീണ്ടും പ്രണയം എന്നത് തളിർക്കുമ്പോൾ ആ പ്രണയത്തിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം എന്നതുകൂടെ റീഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളെ അങ്ങനെ കൂടെ ചിന്തിക്കാൻ സ്വാധീനിക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. കേരളത്തിലും ചില സെൻറ്ററുകളിൽ ചിത്രം ഇപ്പോൾ ഓടുന്നുണ്ട്. കണ്ടു നോക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഓൾറെഡി കണ്ടതാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.